ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി പോയിന്റ്. അപ്പോൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും നിങ്ങൾ അല്ലെ. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതുവരെ നിങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ളൊരു തോന്നലുള്ളവരുണ്ട് എങ്കിൽ കൂടി നിങ്ങൾ ഈ ലാസ്റ്റ് നിമിഷങ്ങളിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു സ്റ്റഡി ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു സംശയമുള്ളവരുണ്ട് എങ്കിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. കാരണം മോസ്റ്റ്ലി ആൾക്കാർ ടെൻഷൻ സ്ട്രെസ് ഒക്കെ കൊണ്ട് പഠനം അങ്ങനത്തെ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ എങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാം എന്നുള്ളതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസോട് കൂടി ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയുന്നത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം 2021 മുതൽ 25 വരെയുള്ള പ്രിലിംസിന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ നിങ്ങൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി ഈ പറയുന്ന പരീക്ഷകൾക്കൊക്കെ ഒരു സർട്ടൺ പെർസെന്റ് എന്തായാലും PYQവിൽ നിന്നും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു മാർക്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു ക്രാക്ക് ചെയ്യാനുള്ള ആ ഒരു ഇതിലേക്ക് സ്വരുക്കൂട്ടാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 50 മാർക്സ് ആണ് അതിൽ നിന്ന്. ഇതിൽ നിന്ന് കുറെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാറില്ലേ? ഇപ്പൊ മാത്സ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫോർമാറ്റ് അല്ലെങ്കിൽ ക്വസ്റ്റിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ വേറെ ആയിരിക്കും, പക്ഷെ അവർ ആ ഒരു പാറ്റേൺ അതേ പാറ്റേണിൽ വേറെ നെയിംസും വേറെ സംഖ്യകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങൾ ഇടാറുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സോ PYQ പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഇത് മാത്രം അറിയാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ കാര്യങ്ങൾ അറിയാനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു 21 മുതൽ 25 വരെയുള്ള പേപ്പേഴ്സ് കിട്ടാത്തവരുണ്ടെങ്കിൽ, ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം മാത്രമായിട്ട് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PC വേൾഡിൽ ജോയിൻ ചെയ്ത് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, ഈ ലാസ്റ്റ് മൊമെന്റിലാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അനാലിസിസ് വളരെയധികം ഹെൽപ്ഫുൾ ആകും. ആൻഡ് വെനെവർ യു കം അക്രോസ് എ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് വെരി ഡിഫിക്കൽട്ട്, അത് നിങ്ങൾക്ക് വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക് ചെയ്യാം അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ തന്നെ പഠിച്ചു പോകുക, അതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. പിന്നെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്ന, അതായത് ഇത് എവിടെ നിന്നൊക്കെ പഠിക്കും, അയ്യോ ഇത് ഇതിന്റെ സോഴ്സ് വലുതാണല്ലോ എന്നൊക്കെ തോന്നുന്ന ക്വസ്റ്റ്യൻസ് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്താണ് വളരെ ടഫ് ആയിട്ടുള്ളത് വന്നാൽ നിങ്ങൾക്ക് വളരെയധികം എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ പറയാം എങ്ങനെയെന്നുള്ളത്. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആകുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്ന പോർഷൻ ക്രൂഷ്യലാണെന്ന് അറിയാലോ. ഞാൻ പറഞ്ഞു മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ തന്നെ. പിന്നെ ഇപ്പോൾ ഈ സമയം കുറച്ചും കൂടെ സ്മാർട്ട് വർക്ക് നിങ്ങൾ ചെയ്യുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് കുറേയധികം പേപ്പേഴ്സിൽ ചോദിച്ചു കാണുന്ന മലയാളത്തിലെ കുറച്ച് സംഭവങ്ങളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ഞാൻ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്തുണ്ടാക്കിയതാണ്. കാരണം പല പേപ്പേഴ്സിലും ഞാൻ ഇതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞല്ലോ, ഒരു സർട്ടൺ പെർസെന്റ് എന്തൊക്കെ ചെയ്താലും അവർ റിപ്പീറ്റ് ചെയ്താണ് ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ അത്യാവശ്യം മലയാളത്തിന്റെ ഒരു ഏരിയയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ നിന്നുള്ള മാർക്സ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതുപോലെ വേണ്ട ഓരോ സബ്ജക്റ്റിന്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് വീഡിയോസ് ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടിയാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് കുറച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് SCRT ക്ലാസ്, ടെസ്റ്റ് സീരീസ് പോലത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് LDC, LGS, VFA ഒക്കെ കണക്കാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു എക്സാമിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്ത കുട്ടികൾക്കാണെങ്കിൽ സ്ട്രെസ് ഫ്രീ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അത്രത്തോളം ടെസ്റ്റ് സീരീസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഓരോ ചെറിയ മേഖല എടുത്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മൾ പഠിക്കുന്നതിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഓരോ നമ്മൾ എന്തൊക്കെ പഠിക്കും അല്ലെ, നമുക്ക് സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, പക്ഷേ ഈ ഒരു ചെറിയ ഏരിയയിൽ നിന്നൊക്കെ ചോദിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഓരോ ചെറിയ ഏരിയയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ചുരുക്കൂട്ടി പഠിക്കുകയാണെങ്കിൽ, ആദ്യം കുറച്ചേശ്ശെ അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ, നമ്മളെ ക്വസ്റ്റ്യൻസ് പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് കാണുകയാണെങ്കിൽ നമുക്ക് എക്സാം നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ മാർക്സും റിസൾട്ടും ഒക്കെ. ഓക്കെ, അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിനാണ് ഞാൻ PYQs പറയുന്നത്. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സാം ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേയധികം മാറ്റം എന്ത് ചെയ്യാൻ പറ്റും, ശ്രദ്ധിക്കാൻ പറ്റും. ഓക്കെ, മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഓക്കെ, ഇതെങ്ങനെയാണല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഇനിയുള്ള അപ്കമിങ് എക്സാംസിന് നിങ്ങൾക്ക് ഇതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം മലയാളത്തിലെ പദശുദ്ധി എന്ന് പറയുന്ന സംഭവമാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു ഇതെല്ലാം തന്നെ റിപ്പീറ്റഡ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിരിക്കുന്നത് എന്നുള്ളത് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചേ. ആദ്യത്തത് അതിഥി എന്ന് പറയുന്നത്
നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. ഇവരെന്ത് ചെയ്യുന്നറിയോ, ഈ പദശുദ്ധി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് പലതും തന്നിട്ട് ഇതിൽ ശരിയായത് ഏത് എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ എല്ലാത്തിൻ്റെയും അത്യാവശ്യം വാക്കുകൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഇത് ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുക. ഓക്കെ, അതിഥി, ആദ്യക്ഷ്യം, ആദ്യക്ഷ്യമാണ്. ഓക്കെ, അഭിവാഞ്ച, അനുച്ഛേദം, ആഭച്ചങ്ക, ആവൃത്തി, ആവർത്തിയല്ല ആവൃത്തി. അപ്പൊ ഞാനിവിടെ ശരിയായത് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, കാരണം തെറ്റും കൂടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് തെറ്റും ശരിയും വന്നു കഴിഞ്ഞാൽ ഇത് ഏതോ ഒരു ഭാഗത്ത് ഞാൻ കണ്ടിരുന്നല്ലോ എന്നുള്ളൊരു സംശയം വന്നാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ശരിയായതെന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനും പഠിക്കാറുള്ളത് ശരി മാത്രം നോക്കിയിട്ടാണ്. കാരണം എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ അതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ നല്ല രീതിയിൽ ഇത് ഈ ഒരു ഭാഗമൊക്കെ പഠിക്കാൻ പറ്റുക അതുപോലെ ചെയ്തോളൂ കേട്ടോ. ദെൻ അനുഗ്രഹീതനാണ്. അനുഗ്രഹീതൻ ഇപ്പോഴേ പഠിച്ചു പോവുക. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റ സ്ട്രെച്ചിങ് കേൾക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് വേണമെങ്കിൽ നോക്കാം. അനാച്ഛാദനം, അഞ്ജലി, അധ്യക്ഷൻ, അവധൂതൻ ചോദിക്കാറുള്ളതാണ് കേട്ടോ. അവധൂതൻ, അസ്തമയം, അസ്തമനം എന്ന് പറയുന്നതൊന്നുമില്ല. ഇതൊക്കെ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ, പല പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലായിട്ട്. കാരണം നമുക്ക് എല്ലാ ടൈപ്പിലും ഈ പറയുന്ന 10th ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇതിനൊക്കെ ഇതുവരെ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് മാത്രം സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ദെൻ അസ്ഥികൂടം, അസ്ഥിപഞ്ചരം, ആശീർവാദം, ആദ്യന്തം, ആപാദചൂടം. ആപാദചൂടത്തിന് ഡ കുനുപ്പില്ല കേട്ടോ. ദെൻ അഭിവാഞ്ച, കയ്യേറ്റം, കയ്യേറ്റം ആ യാക്ക് അവിടെ അടിയിൽ ഇതില്ല. ഓക്കെ, ഇതില്ല, കയ്യേറ്റം. കർക്കടകമാണ് ശരി. ഗരുഡൻ, ഡാക്കി കുനിപ്പില്ല. ചെലവാണ് ശരി, ചിലവല്ല ചെലവ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനത്തെയുള്ള സംശയങ്ങൾ ഉള്ളതുണ്ടാവും. തിരഞ്ഞെടുപ്പാണ് ശരി, തിരഞ്ഞെടുപ്പ്. അതുപോലെ കണ്ടു പിടിത്തമാണ് ശരി, പിടുത്തമല്ല. പക്ഷെ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ കഷ്ടകാലം എന്ന് പറയട്ടെ, ആരാ ഈ ചലഞ്ച് ചെയ്യുന്നവരെന്ന് എനിക്കറിയില്ല. ഇതിൽ കണ്ടുപിടുത്തം, ഞാൻ ചില പേപ്പേഴ്സൊക്കെ നോക്കുമ്പോൾ കണ്ടുപിടുത്തമാണ് ശരി, പക്ഷെ അവർ കണ്ടുപിടുത്തമായിരിക്കും ശരിയായിട്ട് എടുത്തിട്ടുണ്ടാവുക, പിടു എന്നുള്ള വാക്കായിരിക്കും ശരിയായിട്ട് എടുത്തിട്ടുണ്ടാവുക. നിങ്ങൾ ലാബ് അസിസ്റ്റന്റിന്റെ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റാണ് അവർ ഫൈനൽ ആൻസർ കില്ല് ശരിയായിട്ട് എടുത്തത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആക്ച്വലി നമ്മുടെ മാർക്സിനെയാണ് ഭയങ്കരമായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയാം, തെറ്റായ ആൻസേഴ്സ് കൊടുത്തിട്ട് ഒരിക്കലും ഫൈനലിൽ എടുക്കരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് അങ്ങനെ ആവട്ടെ, അതേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ അല്ലേ. അതായത് തെറ്റുള്ളത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം ശരിയായിട്ട്, അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പം അതില്ലാതെ കറക്റ്റ് ആയിട്ടുള്ളത് എടുത്ത് മാർക്സ്, അത് ശരിയായിട്ടുള്ളത് എഴുതിയാണ് ശരിയായിട്ടുള്ള മാർക്സ് കിട്ടട്ടെ അല്ലേ, അതല്ലേ ശരി. ദെൻ ഝടിതി, ദെൻ ദ്രൗപദി. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ശരി തന്നെ പഠിക്കുക കേട്ടോ, അത് റിസൾട്ട് എന്താണെങ്കിലും. ഓക്കെ, ദെൻ നിവൃത്തി, തത്വമസി, തത്സമയം, പിറന്നാൾ, തദ്ദേശീയം, പൊൽക്കുടം, മഹത്വം, മനുഷ്യത്വം, പ്രഭുത്വം, പരിണതഫലം, പരിണതഫലമാണ്, പാദസരം, പാതിവൃത്യം, പ്രാവശ്യം. ഓക്കെ, ഇതാണ്. ദെൻ യഥാതഥം, യാദൃച്ഛികം, എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. യൗവനം, പക്ഷേ എന്നുള്ളതാണ് ശരി. രാപകൽ, രാപ്പകലല്ല രാപകൽ. വിഡിത്തം, വിദ്യുച്ഛക്തി, വിമ്മിട്ടം, സാമൂഹികം, സ്വൈരം, ഹ്രസ്വം, ഹാർദമാണ് ശരി. ഹാർദവമല്ല ഹാർദം. ദെൻ സ്രഷ്ടാവ്, സൃഷ്ടിക്കുന്നവൻ സ്രഷ്ടാവാണ്, എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. സൃഷ്ടി ഞാൻ സെപ്പറേറ്റ് ഇട്ടത് അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ചില കൺഫ്യൂഷൻ വരുന്നതാണ്. അങ്ങനെ എന്നുള്ളതാണ് ശരി. ഓക്കെ, അങ്ങനെ. അതുപോലെ ലൗകികം എന്നുള്ളതാണ് ശരി. ഓക്കെ, ലൗകികം. അതുപോലെ മൗലികം, ഇതൊക്കെയാണ് ശരി. ഇനി ഗർവ്, വെറും വായുള്ളൂ കേട്ടോ, വായുടെ അടിയിലൊന്നുമില്ല. ഓക്കെ, ഗർവ്. അപ്പൊ ഇങ്ങനെയുള്ള ചില കൺഫ്യൂസിങ് ആയിട്ടുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കി പോകണം. ഇത് ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും, എനിക്ക് ഉറപ്പുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പുല്ലിംഗം, സ്ത്രീലിംഗമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ഇത് എങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു പോകാൻ ശ്രമിക്കാം. ചാക്യാര് ഇല്ലൊടമ്മയാണ്, ചാക്യാര് ഇല്ലൊടമ്മ. നമ്പൂതിരി അന്തർജനമാണ്, നമ്പൂതിരി അന്തർജനം. ഓക്കെ, നമ്പ്യാര് നങ്ങ്യാരാണ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രിലിംസിന്റെ പല പേപ്പേഴ്സിലായിട്ട് കണ്ടതൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. നമ്പ്യാര് നങ്ങ്യാര്. ബ്രാഹ്മണൻ ബ്രാഹ്മണി. ജാമാതാവ് സ്നുഷ. നേതാവ് നേത്രി. ഏകാകി ഏകാകിനി. ഗായകൻ ഗായിക. ഇനി അങ്ങോട്ട് ചിലതിൽ നിങ്ങൾ രണ്ടെണ്ണം വെച്ച് കാണാം. ഇപ്പൊ യാചകൻ നോക്കി, യാചകൻ, യാചകി അല്ലെങ്കിൽ യാചിക. യാചക എന്നുള്ളതല്ല. ഓക്കെ, ഇതല്ല. നിങ്ങളപ്പോൾ നോക്കേണ്ടത് ചിലതിൽ നമുക്ക് എന്ത് ചെയ്യുന്ന ക്വസ്റ്റനിൽ താഴെ തന്നിട്ടുള്ളവയിൽ സ്ത്രീലിംഗമായിട്ട് വരാൻ സാധ്യതയുള്ളത് ഏതൊക്കെ എന്നുള്ള രീതിയിൽ യാചകൻ തന്നു വിചാരിക്കാം. എന്നിട്ട് യാചകി തരും, യാചിക തരും, യാചക തരും, ഇതൊക്കെ തന്നിട്ട് ഇവര് 1 2 2 3 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തരാറില്ലേ. അപ്പോൾ അത് നമുക്ക് പ്രശ്നം വരുത്തരുത് എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ രണ്ടെണ്ണം തരണം കേട്ടോ. സോ യാചിക, യാചകി. അതുപോലെ തന്നെ നോക്കി, ഇടയൻ, 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 ഇടയന്റെ വരുമ്പോ ഇടയത്തി, ഇടയച്ചി. ഓക്കെ, ഇടയത്തി, ഇടയച്ചി. ആശാന്റെ, ആശാത്തി, ആശാട്ടി.
പിന്നെ ആശാരി, ആശാരിച്ചി തന്നെയാണ് കേട്ടോ, ആശാരിച്ചിയുള്ളൂ. രക്ഷകൻ നോക്കിയേ, രക്ഷകൻ, രക്ഷക, രക്ഷകി, രക്ഷിക. ഓക്കെ. ഇനി പിന്നെ അടിയാൻ, അടിയാൻ, അടിയാത്തി, രക്ഷിതാവ്, രക്ഷിത്രി, നിരപരാധി, നിരപരാധിനി. തീർന്നിട്ടില്ല, കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്, ഒന്ന് ക്ഷമിച്ച് കാണാം കേട്ടോ നിങ്ങൾ. കർത്താവ്, കർത്രി, കണിയാൻ, കണിയാത്തി, ക്ഷത്രിയൻ, ക്ഷത്രിയാണി, ഘാതകൻ, ഘാതിക. ഇതിൻ്റെയൊക്കെ സ്പെല്ലിങ്ങും കൂടെ നോക്കിക്കോളൂ കേട്ടോ. ഗൃഹസ്ഥൻ, ഗൃഹിണി, തമ്പി, തങ്കച്ചി, പൗരൻ, പുരന്ത്രി, ഗവേഷകൻ, ഗവേഷികയാണ് കേട്ടോ, ശ്രദ്ധിച്ചോ, ഗവേഷകയല്ല, ഇതല്ല. ഓക്കെ, ഗവേഷികയാണ് ശരി. പരിഭാഷകൻ, പരിഭാഷിക, വിദ്വാൻ, വിദുഷിയാണ് കേട്ടോ. ഇതിപ്പോ നിങ്ങൾ എഴുതിയൊന്നും എടുത്തില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി ഓരോ ദിവസവും കുറച്ച്. ഓക്കെ. മോഷ്ടാവ്, മോഷ്ട്രി. ഓക്കെ. വാര്യർ, വാരസ്യാർ, വിധുരൻ അല്ലെങ്കിൽ വിഭാര്യൻ എന്നുള്ളതും ഉണ്ട്. അതാരാണ്? വിധവ. ലേഖകൻ, ലേഖികയാണ് കേട്ടോ, ശ്രദ്ധിക്കുക, ലേഖകൻ, ലേഖികയാണ്. പണ്ടാല, കോവിലമ്മ, പിഷാരടി, പിഷാരസ്യാർ. അതുപോലെ തന്നെ ഞാൻ ഒരെണ്ണം കണ്ടതാണ് കേട്ടോ, അവതാരകൻ, അവതാരകൻ, അവതാരിക. ഇതാണ് കേട്ടോ കണ്ടത്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിൽ നിന്നൊക്കെ ഓരോന്ന് വെച്ചിട്ടല്ലേ, പക്ഷെ എല്ലാത്തിനും അങ്ങനെയാണ്. നമ്മൾ ഓരോ പോർഷനിൽ നിന്നും ഒരു വെയിറ്റേജ് വെച്ചിട്ടാണ് പറയുന്നത്, പക്ഷെ പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് ഈ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കുക എന്നുള്ളതാണ്. ഞാനപ്പോൾ അതിൽ ഏറ്റവും കണ്ടത് ചെയ്തു എന്ന് മാത്രം. അപ്പൊ ആദ്യം പര്യായത്തിലെ കുറച്ച് സെറ്റ് നമുക്കൊന്ന് ഇപ്പൊ നോക്കാം. ഉറുമ്പ്, വൽമി, വമ്രി, പിപീലിക. ചോദിക്കാറുണ്ട് കേട്ടോ, പിപീലികയൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്, വൽമി, വമ്രി ഒക്കെ ചോദിക്കാറുണ്ട്. ഉറുമ്പ്, വൽമി, വമ്രി, പിപീലിക. ദെൻ ഈച്ച, നീല, വർവണ, ചർവണ, മലിക. ഓക്കെ. ഇതിൽ വർവണ ഒക്കെ ചോദിക്കാറുണ്ട്, നീലയൊക്കെ ചോദിക്കാറുണ്ട്. വണ്ട്, ഭ്രമരം, അളി, ഭൃംഗം, മധുപഥം. നോക്കിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയാവുന്ന പര്യായങ്ങൾ പഠിക്കണ്ട, അറിയാത്തത് എന്താണ് എന്നുള്ളത് വെച്ചിട്ട് നോക്കിയാൽ മതി. ഇപ്പൊ ഭ്രമരം, അളി അറിയാമെങ്കിൽ ഭൃംഗം, മധുപഥം നോക്കിയാൽ മതി. ദെൻ ആമയുടെ പഞ്ചാംഗം, കൂർമ്മം, കച്ചപം, കമടം. പഞ്ചാംഗം, കൂർമ്മം, കച്ചപം, കമടം. കാക്ക, കാരവം, കരടം, വായസം, ചിരഞ്ജീവി, ഏകലോചനം, അരിഷ്ടം, ബലിബുക്ക്, പരഭൃത്ത്, ആത്മകോശം. എന്തിന് കാക്ക ഇത്രയും പറഞ്ഞു എന്നറിയോ? കാക്ക കുറേ പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതില് ഈ പറഞ്ഞ എല്ലാം ഒന്ന് നോക്കി വെച്ചേക്കുക കാക്കയുടെ. ഇത് എല്ലാം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എങ്ങനെ പറയുന്നു അല്ലെ, റിപ്പീറ്റഡ് ആണെന്ന്, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാട്ടോ, നിങ്ങൾ വിട്ട് കളയരുതെന്ന് വെച്ചിട്ട് പറയണതാണ്. ബലിബുക്ക്, പരഭൃത്തൊക്കെ നോക്കണം. അപ്പൊ പരഭൃതം എന്ന് പറയുന്നത് കുയിലാണ്. ഓക്കെ. ആ ഒരു വ്യത്യാസം നിങ്ങൾ പഠിക്കണം, കാരണം കുയിലിന്റെ ഞാനിവിടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, കുയിലിന്റെയും പാമ്പിനെയും ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയി. അരയന്നം, ഹംസം, മരാളം, ചക്രാകം അല്ല ചക്രാംഗം, ചക്രാംഗം. ഹംസം, മരാളം, ചക്രാംഗം. ദെൻ കൊക്ക്, കൊറ്റി, ഭഗം, ഭഗോടം. ഓക്കെ. കൊറ്റി നമുക്കറിയാം, ഭഗം, ഭഗോടം നോക്കിയാൽ മതി. കുയിലിന് വേറെയും നിങ്ങൾക്ക് അറിയാവുന്ന കുറെ ഉണ്ടായിരിക്കും, അതൊന്ന് ഞാൻ പറയാം, ഒന്ന് നിങ്ങൾ കേട്ടാൽ മതി. ഓക്കെ. കുയിലിന്റെ വേറെ വരുന്നത് കോകിലം, പികം, കളകണ്ഠം, ഇതൊക്കെയാണ്. പാമ്പിന്റെ നിങ്ങൾക്കറിയാം, ഭണി, നാഗം, സർപ്പം, പിന്നെ ഉണ്ട് ചക്ഷുശ്രവണം, അഹി, ഇങ്ങനെയൊക്കെ കുറേ അധികം ഉണ്ട്. അപ്പൊ അതൊന്ന് കേട്ട് നിങ്ങൾ നോക്കിയാൽ മതി. നെറ്റി, ലലാടം, നിടിലം, ഭാലം. ഓക്കെ. നെറ്റിയൊക്കെ ചോദിക്കാറുണ്ട്. കവിൾത്തടം ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കവിൾത്തടം. കാരണം കപോലം കവിൾത്തടം ആണെങ്കിലും കപാലം എന്ന് പറയുന്നത്, ഓക്കെ, കപാലം, കപാലം എന്ന് പറയുന്നത് തലയോട്ടിയാണ്, തലയോട്ടി. ഓക്കെ. അതുപോലെ ഇവിടെ തന്നിട്ടുള്ള ഖണ്ഡം, കവിൾത്തടത്തിന്റെ മറ്റൊന്നാണ് ഗണ്ഡം. ഓക്കെ. ഖണ്ഡം. ഈ ഖണ്ഡത്തില് കഴുത്തിനും ഖണ്ഡം പറയാറുണ്ട്, ഇതിനും പറയാറുണ്ട്. ഓക്കെ. ദെൻ രക്തം എപ്പോഴും ചോദിക്കുന്നതാണ്. നീണം, ശോണിതം, രുതിരം, മുഖം, വദനം, ആനനം, ആസ്യം, വക്രം. ഓക്കെ. അപ്പൊ ഇത്രയും പര്യായങ്ങൾ ഇപ്പൊ നിങ്ങൾ നോക്കി. അപ്പൊ ഞാൻ ഓരോ ദിവസമായിട്ട് കുറച്ച് തരുന്നത് നിങ്ങളുടെ ബാക്കിയുള്ള പഠിത്തത്തിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കിടക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. ഓക്കെ. നിങ്ങൾ എന്തായാലും യൂഷ്വലി നിങ്ങളുടെ ഒരു പാറ്റേൺ അനുസരിച്ച് പഠിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനൊരു എക്സ്ട്രാ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് തരുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടോ, ഇതുപോലെ ഞാൻ ഇംഗ്ലീഷിന്റെയും ചെയ്യണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ ഇതേപോലെ ഏറ്റവും നിങ്ങൾ കാണാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യണോ, അങ്ങനെയാണെങ്കിൽ ഇനി ഏത് സബ്ജക്റ്റിന്റെ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞാൽ മതിയല്ലോ, അതൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം, കാരണം കുറച്ചധികം പര്യായമുണ്ട്. ഇത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട പര്യായങ്ങളാണ്, കാരണം ഇതെല്ലാം ചോദിക്കുന്നതാണ്. അതും വിപരീതവും പിന്നെ കുറച്ച് ചേർത്തെഴുത്തൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഞാൻ നെക്സ്റ്റ് ദിവസം നോക്കാം. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതൊക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.